നമസ്കാരം, ഞാൻ സൗമ്യ അജിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിഡ് സ്റ്റേറ്റിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിച്ചിരുന്നത്, ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് 4 ആയിട്ടാണ്. ഒന്ന് മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലന്റ് സോളിഡ്. 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആൻഡ് ഫോഴ്സ്. അവിടെയുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള സോളിഡ്സിലുള്ള പാർട്ടിക്കിൾസ് ഏത് തരത്തിലുള്ള പാർട്ടിക്കിൾസ് ആണ്, അതിനൊപ്പം അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനി അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോളിക്കുലാർ സോളിഡ്. മോളിക്കുലാർ സോളിഡ്. ദെൻ രണ്ടാമത്തത് അയോണിക് സോളിഡ്. മൂന്നാമത്തത് മെറ്റാലിക് സോളിഡ്. ഇനി നാലാമത്തത് കോവാലന്റ് സോളിഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ബേസ്ഡ് ഓൺ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആൻഡ് ഫോഴ്സ്. ഇതിന്റെ ഇടയിൽ, അതായത് ഒരു സോളിഡിലെ പാർട്ടിക്കിൾസ് ഏത് ടൈപ്പിലെ പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നു, അതിനിടയിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ് ആൻഡ് കോവാലന്റ് സോളിഡ്. ഇനി ഓരോ ടൈപ്പും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക്, കോവാലന്റ്. ആദ്യം നമുക്ക് മോളിക്കുലാർ സോളിഡ്സിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പൊ മോളിക്കുലാർ സോളിഡ്സ് എങ്ങനെയായിരിക്കും? അവിടുത്തെ പാർട്ടിക്കിൾസ്, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. മോളിക്കുലാർ സോളിഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഏതാണ്? മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ് തന്നെ നമുക്ക് പരിചിതമാണ്. നോൺ പോളാർ ഉണ്ട്, പോളാർ ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ മോളിക്കുലാർ സോളിഡ്സിനെ തന്നെ അതിൽ വന്നിരിക്കുന്ന മോളിക്യൂൾസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഓക്കെ, അത് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. ഒന്നാമത്തെ മോളിക്കുലാർ സോളിഡ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. ഓക്കെ, രണ്ടാമത്തത് പോളാർ മോളിക്കുലാർ സോളിഡ്. രണ്ടാമത്തെ ഏതാണ്? പോളാർ മോളിക്കുലാർ സോളിഡ്. ഇനി മൂന്നാമത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഇനി നിങ്ങൾക്കറിയാം നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മോളിക്യൂൾ ഏതായിരിക്കും? നോൺ പോളാർ മോളിക്യൂൾ ആയിരിക്കും, അല്ലേ? ഇനി നോൺ പോളാർ മോളിക്യൂൾസിന്റെ ഇടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതായിരുന്നു? ഡിസ്പെർഷൻ ഫോഴ്സ്. അപ്പൊ മറന്നു പോകരുത്, നോൺ പോളാർ മോളിക്യൂൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതായിരുന്നു? ഡിസ്പെർഷൻ ഫോഴ്സ്. ഓക്കെ, ഇനി നോൺ പോളാർ മോളിക്കുലാർ സോളിഡിന്റെ ഒരു പ്രത്യേകതയാണ് അവര് സോഫ്റ്റ് നേച്ചർ ആണ്. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് പഠിച്ചു, നോൺ പോളാർ മോളിക്യൂൾസ് ഏത് നേച്ചർ ഉള്ളവരാണ്? സോഫ്റ്റ് നേച്ചർ ആണ്. ഇനി ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ ലോ ആണ്. വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനെ പറ്റി നമ്മൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. അവരുടെ ഫോഴ്സ് ഏതാണ്? വന്നിരിക്കുന്ന ഫോഴ്സ് ഡിസ്പെർഷൻ ഫോഴ്സ് ആയിരിക്കും. നേച്ചർ സോഫ്റ്റ് നേച്ചർ ആണ്. ഇനി വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൻ്റെത്. ഇനി ഇവർക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനോ തെർമൽ കണ്ടക്ടേഴ്സോ ഒന്നും അല്ല ഇവര്. അപ്പൊ നമുക്ക് പറയാം, പൊതുവെ ഇവർ ഏത് കാറ്റഗറി പെടുന്നു? ഇൻസുലേറ്റേഴ്സ്. ആരുടെ കാര്യം നമ്മൾ പറയുന്നത്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന്റെ. ഓക്കെ, അപ്പൊ അവരുടെ ബേസിക് ആയിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഫോഴ്സ് ഡിസ്പെർഷൻ ഫോഴ്സ് ആണ്, സോഫ്റ്റ് നേച്ചർ ആണ്, വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. പൊതുവെ ഇവരെങ്ങനെയാണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇനി എക്സാമ്പിൾസും കൂടെ നോക്കണം. നോൺ പോളാർ മോളിക്യൂൾസിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയായിരിക്കും. O2 മോളിക്യൂൾസ്, N2, അതുപോലെ തന്നെ ആർഗൺ, ക്രിപ്റ്റൺ, ഇങ്ങനെ വരുന്നതെല്ലാം ഏത് സോളിഡ്സിന് എക്സാമ്പിൾ ആണ്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പിലെ സോളിഡ്സ് ആണെന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറയാം.
അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് സോളിഡ് എടുത്ത് നമ്മളോട് അതിന്റെ ക്യാരക്ടർ ചോദിക്കാം. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ സോളിഡ്സിൽ ആദ്യത്തെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലായില്ലേ? ഏതാണ്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. പഠിച്ച കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. അവർക്ക് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അവര് ഇൻസുലേറ്റേഴ്സ് ആണ്, സോഫ്റ്റ് നേച്ചർ ആണ്. പിന്നെ എക്സാമ്പിൾസ് O2, N2, ആർഗൺ, ഹീലിയം ഇതുപോലെയുള്ള എല്ലാം എഴുതിപ്പെടുന്നതായിരിക്കും നോൺ പോളാർ മോളിക്യൂൾസ്. അതായത് നോൺ പോളാർ മോളിക്യൂൾസ് വരുന്നതെല്ലാം നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി അടുത്ത ടൈപ്പ് നോക്കാം. ഏതാണ്? പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഓക്കെ, അപ്പൊ പോളാർ മോളിക്കുലാർ സോളിഡ്സിന്റെ നേച്ചർ നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങോട്ട് എഴുതാവേ. ഇപ്പൊ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നോക്കാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് ഫോഴ്സ് എന്നൊക്കെ നോക്കാം. അപ്പൊ പോളാർ മോളിക്യൂൾസ് നമുക്ക് പരിചിതമാണ്. അപ്പൊ പോളാർ മോളിക്യൂൾസിന്റെ ഇടയിൽ വരുന്ന ഫോഴ്സ് ഏതായിരുന്നു? ഡൈപോൾ ഇന്ററാക്ഷൻ. അപ്പൊ നമുക്ക് പറയാം ഫോഴ്സ് ഏതാണ്? ഡൈപോൾ ഇന്ററാക്ഷൻ ആണ് എവിടെ വന്നിരിക്കുന്നത്? പോളാർ മോളിക്യൂൾസിന്റെ ഇടയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവരും പൊതുവെ സോഫ്റ്റ് നേച്ചർ ആണ്. ഓക്കെ, സോഫ്റ്റ് നേച്ചർ ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്. മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാന്ന് പറയാം. മെൽറ്റിംഗ് പോയിന്റ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, വെരി ലോ അല്ല. ആരെക്കാൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനാണ് മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ്. അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം മെൽറ്റിംഗ് പോയിന്റ് ലോ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? പിന്നെ ഇവരും ഇൻസുലേറ്റേഴ്സ് ആണ്. ഇവരും ഏത് കാറ്റഗറി പെടുന്നതാണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ്? HCl, HBr, അതുപോലെ തന്നെ SO2, SO3 ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? പോളാർ മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മള് മോളിക്കുലാർ സോളിഡ്സ് രണ്ട് ടൈപ്പ് പഠിച്ചു. നോൺ പോളാർ മോളിക്കുലാർ സോളിഡും പോളാർ മോളിക്കുലാർ സോളിഡും. രണ്ടും തമ്മിൽ ഏതിന് വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കേ നിങ്ങൾ. ഫോഴ്സ് ഓഫ് അട്രാക്ഷന് വ്യത്യാസമുണ്ട്. ഇത് നോൺ പോളാർ ആയതുകൊണ്ട് ഡിസ്പേർഷൻ ഫോഴ്സ് കാണിക്കുന്നു. ഇത് ഏത് ഫോഴ്സാണ് കാണിക്കുന്നത്? ഡൈപോൾ ഇന്ററാക്ഷൻ. ഇത് ഡിസ്പേർഷൻ ഫോഴ്സ് കാണിക്കുന്നു. ഇത് ഡൈപോൾ ഇന്ററാക്ഷൻ. ബാക്കി ക്യാരക്ടേഴ്സ് ഇതും സോഫ്റ്റ് ആണ്, വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് പോളാർ മോളിക്കുലാർ സോളിഡ്സ്, സോഫ്റ്റ് ആണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് കാര്യം ഓർത്തിരിക്കുക. വെരി ലോ എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും വെരി ലോ ആർക്കാണ്? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ്, എന്നാലും നമുക്ക് പറയാം ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പിന്നെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. O2, N2, ആർഗൺ, ഹീലിയം, ക്രിപ്റ്റൺ ഇതുപോലെയുള്ള നോൺ പോളാർ മോളിക്യൂൾസ് വരുന്നതൊക്കെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിൾ ആയിരിക്കും. അതേസമയത്ത് പോളാർ മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? HCl, HBr, SO2, SO3. പോളാർ മോളിക്യൂൾസ് ആണോ നോക്കിയാൽ മതി. പരീക്ഷയ്ക്ക് എപ്പോഴും നമുക്ക് കുറെ എക്സാമ്പിൾസ് തന്നിട്ട് നമ്മളോട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ തന്നെ നിങ്ങൾ ആ മോളിക്യൂൾസിന്റെ ടൈപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ടൈപ്പാണ് മോളിക്കുലാർ സോളിഡ് വന്നേക്കുന്നതെന്ന്. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആണോ? നോൺ പോളാർ മോളിക്കുലാർ സോളിഡും പോളാർ മോളിക്കുലാർ സോളിഡും. ഇനി ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ടല്ലേ, അതേതാ? ഹൈഡ്രജൻ ബോണ്ടഡ്. അതും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ മൂന്നാമത്തെ മോളിക്കുലാർ സോളിഡ് ആണ് ഏത്? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ്? ഹൈഡ്രജൻ ബോണ്ട്. അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് വന്നേക്കുന്നതുകൊണ്ടുള്ള ഫോഴ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവരുടെ പ്രത്യേകത, ഇവരെന്ന് പറയുന്നത് സോഫ്റ്റ് അല്ല, ഇവർ ഹാർഡ് നേച്ചർ ആണ്. നേരത്തെ പറഞ്ഞ രണ്ട് മോളിക്കുലാർ സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് ആണ്. ഇവർ എങ്ങനത്തെ നേച്ചർ ആണ്? ഹാർഡ് നേച്ചർ ആയിരിക്കും. ക്ലിയർ ആണോ? പിന്നെ ഇവരും ഇൻസുലേറ്റേഴ്സ് ആണ്. ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവരും ഏതാണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലോ ആണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ പോളാറിന്റെ അത്രയും ലോ ആയിരിക്കില്ല. ഓക്കെ, ഇനി ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂൾസിന് നിങ്ങൾക്ക് എക്സാമ്പിൾ അറിയാം. വാട്ടർ മീൻസ് ഐസ്. വാട്ടറിന്റെ ഒരു ഫോം ആയ ഐസ് ഏതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ 3 മോളിക്കുലാർ സോളിഡ്സ് ആണ് പഠിച്ചത്. മോളിക്കുലാർ സോളിഡ്സിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ അടിസ്ഥാനത്തിൽ 3ആയി തിരിച്ചു. നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. നോൺ പോളാറിൽ ഡിസ്പേർഷൻ ഫോഴ്സ്, പോളാറിൽ ഡൈപോൾ ഇന്ററാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടഡിൽ ഹൈഡ്രജൻ ബോണ്ടിങ്. 3ന്റെയും പ്രത്യേകതകൾ 3നും കോമൺ ആയിട്ട് നമുക്ക് ഏതാന്ന് പറയാം? ഇൻസുലേറ്റേഴ്സ് ആണ്.
പിന്നെ നോൺ പോളാറും പോളാറും സോഫ്റ്റും ഹൈഡ്രജൻ ബോണ്ടഡ് ഏതായിരുന്നു? ഹാർഡ് നേച്ചറുമാണ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മെൽറ്റിംഗ് പോയിന്റ്. ഈ 3 പേരിൽ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡിനാണ്. മറ്റു 2 പേർക്കും ലോ ആണെന്ന് പറയാം. പിന്നെ ഓരോന്നിനും എക്സാമ്പിൾ ഓർത്തിരിക്കുക. നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആയിട്ട് നോൺ പോളാർ മോളിക്യൂൾസ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം പോലുള്ളവർ. ദെൻ പോളാർ നമ്മൾ പഠിച്ചപ്പോൾ പോളാർ മോളിക്യൂൾസ് HCl, HBr, SO2, SO3 അങ്ങനെയൊക്കെ വരുന്നത്. ദെൻ ഹൈഡ്രജൻ ബോണ്ടഡിന് ഐസ്, വാട്ടറിന്റെ ഒരു ഫോമായ ഐസ് ഏതാന്ന് പറയാം. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ മോളിക്കുലാർ സോളിഡ് എന്താണെന്ന് എല്ലാവർക്കും സോളിഡ്സിൽ മോളിക്കുലാർ സോളിഡ്സ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് അയോണിക് സോളിഡ്സ്. അപ്പൊ അയോണിക് സോളിഡ്സ് എന്താന്ന് നോക്കാം. അയോണിക് സോളിഡ്സിന് നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. അതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഏതായിരിക്കും? അയോൺസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? അയോൺസ്. ഓക്കെ, അയോൺസ് ആണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ നമ്മൾ പഠിച്ചു അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിക്കോസ് അയോൺസ് എന്ന് പറയുമ്പോൾ ഒരാൾ പോസിറ്റീവ് ആയിരിക്കും, ഒരാൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞപ്പോഴും ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഇനി നമ്മൾ മോളിക്കുലാർ സോളിഡ്സിൽ പഠിച്ച പോലെ ഇവരുടെ നേച്ചർ എന്ന് പറയുന്നത് ഹാർഡാണ്, പക്ഷെ ഇവർ ബ്രിട്ടിലുമാണ്. ഹാർഡായിരിക്കും പക്ഷെ ബ്രിട്ടിൽ, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോലെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണ്. സോ ഹാർഡ് നേച്ചർ ആണ്, ഒപ്പം ഇതെന്താണ്? ബ്രിട്ടിൽ നേച്ചർ ആണ്. ഇനി അവിടെ നമ്മൾ പഠിച്ചു മോളിക്കുലാർ സോളിഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അവരെല്ലാവരും ഇൻസുലേറ്റേഴ്സ് ആയിരുന്നു. ഇനി ഇവിടുത്തെ കാര്യം നോക്കാം. ഇവിടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിന്റും കൂടെയാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോളുക. സോളിഡ് സ്റ്റേറ്റിൽ അയോണിക് സോളിഡ്സ്, അതായത് സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇവര് ഇൻസുലേറ്റേഴ്സ് ആണ്. സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇവർ ഏത് തന്നെയാണ്? ഇൻസുലേറ്റർ ആണ്. ഓക്കെ, അതേ സമയത്ത് ഈ അയോണിക് സോളിഡ് അക്വസ് ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മിക്സ്ഡ് വിത്ത് വാട്ടർ. അക്വസ് ഫോമിലോ അതല്ലെങ്കിൽ ഇവര് മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉരുകിയ അവസ്ഥ. ഈ 2 സ്റ്റേറ്റിലാണെങ്കിൽ ഇവര് കണ്ടക്ടേഴ്സ് ആയിരിക്കും. പ്രത്യേകം ഓർക്കണം, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായല്ലോ. അയോണിക് സോളിഡ്സ് പൊതുവെ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവർ എന്തായിരിക്കും? ഇൻസുലേറ്റർ ആയിരിക്കും. അതായത് ഇപ്പൊ സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, കോപ്പർ ക്ലോറൈഡ് ഇങ്ങനെയുള്ള പൊതുവെയുള്ള അയോണിക് സോളിഡ്സ് ഒക്കെ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്? ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. അതേ സമയത്ത് അവർ അക്വസ് ഫോമിലാവുമ്പോൾ, അക്വസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഡിയം ക്ലോറൈഡിൽ വാട്ടർ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പർ ക്ലോറൈഡ് വിത്ത് വാട്ടർ, അപ്പൊ അത് അക്വസ് ഫോമായി. അങ്ങനെ അക്വസ് ഫോം ആവുമ്പോൾ അവരെന്താണെന്നാ പറഞ്ഞത്? കണ്ടക്ടേഴ്സ്. ഇനി അക്വസ് ഫോം അല്ലാതെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഏത് ഫോമാണ്? മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആയിരുന്ന വസ്തു ഉരുകി നിങ്ങൾക്കറിയാം, ഈ സോഡിയം ക്ലോറൈഡ് ഉപ്പൊക്കെ ആണെങ്കിൽ അലുത്തലുത്തിരിക്കും ചില സമയത്ത്, അല്ലെ? തുറന്നു വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ തുറന്നു വെച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് അലുത്തലുത്തിരിക്കും. അങ്ങനെ ഉരുകിയ അവസ്ഥയിലാണെങ്കിലും അവരെങ്ങനെയാന്നാ പറഞ്ഞത്? കണ്ടക്ടേഴ്സ്. മനസ്സിലായോ? അപ്പോൾ അയോണിക് സോളിഡ്സ് സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇൻസുലേറ്റർ ആയിരിക്കും. അതേ സമയത്ത് അക്വസ് സ്റ്റേറ്റിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ ആണെങ്കിൽ അവർ എന്തായിരിക്കും? ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇവർ കണ്ടക്ടേഴ്സ്, അതായത് മോൾട്ടൺ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിൽ കണ്ടക്ടർ ആവാൻ കാരണം എന്താണെന്ന്. കാരണം ഇത്രയേ ഉള്ളൂ, സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ അതിനകത്ത് ഇപ്പം സോഡിയം ക്ലോറൈഡ് പറയുകയാണെങ്കിൽ Na+Cl-, Na+Cl- അങ്ങനെ ഫിക്സഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? അതേ സമയത്ത് അക്വസ് സ്റ്റേറ്റിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ ആണെങ്കിൽ ഈ അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ ഇടയിലേക്ക് ഇപ്പൊ മോൾട്ടൺ ആണെങ്കിൽ ഉരുകി, അപ്പൊ അതിലെ പാർട്ടിക്കിൾസിന്റെ ടൈറ്റ് പാക്കിങ്ങിന് ഒരു ചേഞ്ച് വന്നു. അതല്ല അക്വസ് ഫോമിലാണെങ്കിൽ അതിനകത്ത് വാട്ടർ മിക്സ് ചെയ്തു. സോ അപ്പൊ അവിടെ എക്സ്ട്രാ പാർട്ടിക്കിൾസ് കയറി വന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അയോൺസിന് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. എപ്പോഴാണോ അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അയോണിക് സോളിഡ്സ് ഗുഡ് കണ്ടക്ടർ ആയിട്ടുള്ള 2 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഒന്ന് മോൾട്ടൺ സ്റ്റേറ്റ്, ഒന്ന് അക്വസ് സ്റ്റേറ്റ്. ക്ലിയർ ആണോ? ഇനി എന്തുകൊണ്ടാണ് അവർ ഗുഡ് കണ്ടക്ടേഴ്സ് ആയത്? ഈ 2 സ്റ്റേറ്റിലും അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ഉള്ളത് കൊണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പോൾ അയോണിക് സോളിഡ്സ് കണ്ടക്ടർ ആവുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സ്റ്റേറ്റിലും ആണെന്ന് ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിന് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ ആയിട്ട്
ഇവിടെ തന്നെ എഴുതാം കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് മഗ്നീഷ്യം ക്ലോറൈഡ്, ഇപ്പൊ മഗ്നീഷ്യം ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ്, പിന്നെ ഏതാ സോഡിയം ക്ലോറൈഡ്. ഇതെല്ലാം ഈ അയോണിക് സോളിഡ്സ്, അയോണിക് സോളിഡ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അയോണിക് സോളിഡ്സ് എന്ന് പറയുന്ന മഗ്നീഷ്യം, നമുക്ക് പൊതുവെ അറിയാവുന്ന കൂടുതലും അയോണിക് സോളിഡ്സ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, ഇങ്ങനെയുള്ള എല്ലാം എഴുതിപ്പെടുന്നതാണ് അയോണിക് സോളിഡ്സിലാണ്. ക്ലിയർ ആണോ? അപ്പോൾ അയോൺസ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നേച്ചർ എന്താണ്? ഹാർഡ് ആണ്, പക്ഷെ ബ്രിട്ടിലും ആണ്. പിന്നെ ഇവര് ഇൻസുലേറ്റേഴ്സ് ആണ് സോളിഡ് സ്റ്റേറ്റിൽ. ഓക്കെ. പിന്നെ അവർ കണ്ടക്ടേഴ്സ് ആവുന്ന രണ്ടവസ്ഥയുണ്ട്, അക്വസ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും. ഇനി എന്തുകൊണ്ടാണ് അവർ സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റേഴ്സ് ആയേക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ടില്ല. സോളിഡ് സ്റ്റേറ്റിൽ എന്താണ്? ടൈറ്റ് പാക്കിംഗ് ആണ്. മോളിക്യൂൾസിന് ഫ്രീ ആയിട്ട്, മോളിക്യൂൾസ് അല്ല അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഏതായിരിക്കുന്നത്? ഇൻസുലേറ്റേഴ്സ് ആയിരിക്കുന്നത്. അതേ സമയത്ത് അക്വസ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും ഒരു ഗുഡ് കണ്ടക്ടേഴ്സ് ആവാൻ കാരണം എന്താണ്? അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയ അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അയോണിക് സോളിഡ്സ് പഠിക്കുമ്പം അവർ ഗുഡ് കണ്ടക്ടേഴ്സ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ആൻസർ ഫ്രീ ടു മൂവ് അയോൺസ് എന്നാണ്. അവർക്ക് അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇനി അടുത്ത ടൈപ്പ് പഠിക്കുമ്പോൾ ഞാൻ എടുത്ത് പറയാം. മെറ്റാലിക് സോളിഡ് ആണ് പഠിക്കുക. അവിടെ അവർ ഗുഡ് കണ്ടക്ടർ ആവുന്നതിന് കാരണം ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. രണ്ടും മാറിപ്പോകരുത്. അയോണിക് സോളിഡ്സിൽ ഗുഡ് കണ്ടക്ടേഴ്സ് ആയിട്ട് കാണാൻ കാരണം അയോണിക് സോളിഡ്സിൽ എന്താണ്? ഈ രണ്ട് സ്റ്റേറ്റിൽ, അക്വസ് സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അയോണിക് സോളിഡ്സ് ഇത്രയാണ് പഠിക്കാനുള്ളത്. സോളിഡും അയോണിക് സോളിഡും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. നെക്സ്റ്റ് മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? മെറ്റൽസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്. ഓക്കെ. ഇനി അവിടുത്തെ ഫോഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ബോണ്ട് എന്ന് പറയുന്നത് ഏത് ബോണ്ടായിരിക്കും? മെറ്റാലിക് ബോണ്ട് ആയിരിക്കും. അവിടുത്തെ ബോണ്ടിങ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ, നമ്മുടെ സെന്ററിൽ പോസിറ്റീവ് ചാർജ് മെറ്റൽ ആണ്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കാണ്. ശരിക്കും നമുക്ക് പറയാം എന്താണ്? ഇലക്ട്രോൺസിന്റെ ഒരു പൂളിൽ സെന്ററിൽ പെട്ട് കിടക്കുകയാണ് ആര്? പോസിറ്റീവ് ചാർജ്. അതുപോലെ നമ്മുടെ പോസിറ്റീവ് ചാർജ് മെറ്റൽ അയോണിന് ചുറ്റും എന്താണ്? ഇലക്ട്രോൺസ് ആണ്. അതാണ് ശരിക്കും ഒരു മെറ്റാലിക് സോളിഡ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ്, അതിന് ചുറ്റും എന്താണ്? ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ. ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഇലക്ട്രോൺസ് ഫ്രീ ടു മൂവ് ആയിരിക്കും. അതുകൊണ്ട് ഇവർ ഏത് നേച്ചർ ഉള്ളവരായിരിക്കും? കണ്ടക്ടേഴ്സ്. സോ നമുക്ക് പറയാം മെറ്റാലിക് സോളിഡ് എന്താണ്? കണ്ടക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അയോണിക് സോളിഡ്സ് രണ്ട് ഫോമിൽ, അതായത് അക്വസിലും മോൾട്ടൺ ഫോമിലും കണ്ടക്ടേഴ്സ് ആവാൻ കാരണം അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ ഇവരെപ്പോഴും ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് ഇവര്. കാരണം എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ്. ഇവിടെ എപ്പോഴും എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ്. നമ്മുടെ മെറ്റൽ അയോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഒരു പൂളിന്റെ നടുക്കാണ് ശരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവര് ഗുഡ് കണ്ടക്ടേഴ്സ് ആണെന്ന് പറയാം. ഇനി ഇവരുടെ നേച്ചർ നിങ്ങൾക്ക് അറിയാം. പൊതുവെ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് നേച്ചർ ആണ്. പിന്നെന്താണ്? മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. സാധാരണ മെറ്റൽസിന്റെ എല്ലാ പ്രോപ്പർട്ടി ഇവർ കാണിക്കും. മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. ഓക്കെ. ഇതൊക്കെയാണ് മെറ്റാലിക് സോളിഡ്സിന്റെ പ്രത്യേകത. ഹാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് പറയാണ്, ഹാർഡ് നേച്ചർ കാണിക്കാത്ത മെറ്റൽസും ഉണ്ടല്ലേ. 3 മെറ്റൽസ് മെയിൻ ആയിട്ട്, പ്യുവർ മെറ്റൽസിൽ 3 പേര് ഹാർഡ് നേച്ചർ കാണിക്കില്ല. ആരൊക്കെയായിരുന്നു? സോഡിയം, പൊട്ടാസ്യം, ലിഥിയം. അവർ സോഫ്റ്റ് മെറ്റൽസാ. അവർ 3 പേര് ഒഴികെ ബാക്കി പൊതുവെയുള്ള മെറ്റൽസ്. ഓക്കെ. അവരൊക്കെ ഏതിലാണ് വരുന്നത്? ഹാർഡ് നേച്ചർ കാണിക്കുന്നു. പൊതുവായുള്ള നേച്ചറാണ് ഹാർഡ് എന്ന് പറഞ്ഞത്. മാലിയബിൾ, ഡക്റ്റൈൽ ആണെന്ന് പറയാം. പിന്നെ എക്സാമ്പിൾ ആയിട്ട് കോപ്പർ, അയൺ, ഏതാണെങ്കിലും നമുക്ക് എഴുതാം. കോപ്പർ, അയൺ, അതുപോലെ തന്നെ ഏതാ? നിക്കൽ, സിങ്ക്, എല്ലാം എഴുതിപ്പെടുന്നതാണ് മെറ്റാലിക് സോളിഡിൽ പെടുന്നതാണ്. അപ്പോൾ മെറ്റാലിക് സോളിഡിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. 3 ടൈപ്പ് സോളിഡ്സിനെ പറ്റി പഠിച്ചു. മോളിക്കുലാർ, അയോണിക് ആൻഡ് മെറ്റാലിക്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോവാലന്റ് സോളിഡ്സിനെ കുറിച്ചാണ്. അവരുടെ തന്നെ മറ്റൊരു പേരാണ് നെറ്റ്വർക്ക് സോളിഡ്സ്. ഓക്കെ. ഇനി ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എപ്പോഴും ആറ്റംസ് ആയിരിക്കും. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്താണ്? ആറ്റംസ്. ഇനി ഇവരുടെ ഇടയിലുള്ള ബോണ്ടിങ് പേരിൽ തന്നെ ഉണ്ട്. ഇവരുടെ ബോണ്ടിങ് ഏതായിരിക്കും? കോവാലന്റ് ബോണ്ട്.
ബോണ്ടിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോവാലന്റ് ബോണ്ടിങ് ആണ് ഇവർ കാണിക്കുന്നത്. ഇനി ഈ കോവാലന്റ് ബോണ്ടിങ്ങിന്റെ പ്രത്യേകത നമുക്കറിയാം, എപ്പോഴും സ്ട്രോങ് ആൻഡ് ഡിറക്ഷണൽ ബോണ്ട് ആണ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആറ്റംസിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അനങ്ങാൻ പറ്റില്ല, അത് ടൈറ്റ് പാക്കിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവര് നെറ്റ്വർക്ക് സോളിഡ്സ് എന്നൊരു പേരും കൂടെ ഇവർക്കുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത് സ്ട്രോങ് ബോണ്ടാണ്. അതിൽ ആ സ്ട്രോങ് ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല, ടൈറ്റ് പാക്കിംഗ് ആണ്. അതുകൊണ്ട് നെറ്റ്വർക്ക് പോലെ ഇവരിങ്ങനെ വിസ്താരമായിട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഇവരെ പറയാം നെറ്റ്വർക്ക് സോളിഡ്സ്. ദെൻ ഈ ഒരു നേച്ചർ കൊണ്ട് തന്നെ, അതായത് ഈ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ പൊതുവെ ഇവര് ഹാർഡ് ആയിരിക്കും, അതുപോലെ ബ്രിട്ടിലായിരിക്കും. ഹാർഡ് നേച്ചർ ആയിരിക്കും, അതുപോലെ ബ്രിട്ടിലായിരിക്കും. ഇനി ഇവർ പൊതുവെ ഇൻസുലേറ്റേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവർ മൂവ് ചെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? ഇൻസുലേറ്റേഴ്സ് ആണ്. ഒരു എക്സെപ്ഷൻ ഉണ്ട്, കോവാലന്റ് സോളിഡിൽ തന്നെ അതേ കാറ്റഗറി പെടുന്ന, കോവാലന്റ് സോളിഡ്സിൽ പെടുന്ന ഗ്രാഫൈറ്റ് മാത്രം കണ്ടക്ട് ചെയ്യും. കാര്യം ഗ്രാഫൈറ്റും കോവാലന്റ് സോളിഡ് ആണ്, പക്ഷെ അതൊരു എക്സെപ്ഷൻ കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സും കൂടെ നോക്കിയിട്ട് അത് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് കോവാലന്റ് സോളിഡ്സ് പൊതുവെ ഏത് നേച്ചർ കാണിക്കുന്നു? അവർ ഇൻസുലേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇനി ഇവർക്ക് വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെരി ഹൈ ആയിരിക്കും, വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇതാണ് കോവാലന്റ് സോളിഡ്സിനുള്ള എക്സാമ്പിൾസ് ഓർത്തിരിക്കണം. നമുക്കറിയാവുന്ന ഡയമണ്ട്, സിലിക്കൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ കാർബോറാണ്ടം, സിലിക്കൺ കാർബൈഡ്, എല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? കോവാലന്റ് സോളിഡ്സ് ആണ്. അതായത് ഇവരെല്ലാം കോവാലന്റ് സോളിഡ്സ് ആണ്. ഗ്രാഫൈറ്റും കോവാലന്റ് സോളിഡ് ആണ്, പക്ഷെ ഗ്രാഫൈറ്റ് കണ്ടക്ടിങ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് നേച്ചറും കാണിക്കുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും എന്തുകൊണ്ടാണെന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ 4 ടൈപ്പിലെ സോളിഡ്സ് പറഞ്ഞു. 4 ടൈപ്പിലെ സോളിഡ്സിൽ 4ാമത്തെ ആയിരുന്നു കോവാലന്റ് സോളിഡ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സോളിഡ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കോവാലന്റ് സോളിഡിൽ പെട്ട ഗ്രാഫൈറ്റ് എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്നു. അതായത് കോവാലന്റ് സോളിഡ്സ് എല്ലാവരും ഇൻസുലേറ്റേഴ്സ് ആണ്, അതേ കാറ്റഗറി പെടുന്ന ഗ്രാഫൈറ്റ് കണ്ടക്ടർ ആണ്. കൂടാതെ അവരെല്ലാവരും ഹാർഡാണ്, പക്ഷെ ഗ്രാഫൈറ്റ് സോഫ്റ്റ് നേച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനുള്ള റീസൺ, ഈ എക്സെപ്ഷണൽ ബിഹേവിയറിനുള്ള കാരണമാണ് നമ്മൾ നോക്കുന്നത്. ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെയേർഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ലെയേർഡ് ആയിട്ട്, അതായത് ലെയർ ആയിട്ടാണ് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ വന്നേക്കുന്നത്. ഇങ്ങനെ 1, 2, 3 അങ്ങനെ ലെയർ ആയിട്ട്. ഓക്കെ, ഇതിൽ ബേസിക് എലമെന്റ് അല്ലെങ്കിൽ ബേസിക് ആറ്റം എന്ന് പറയുന്നത് കാർബൺ ആറ്റം ആണ്. കാർബൺ ആറ്റംസ് ആണ് ഓരോ ലെയറിലും ഉള്ളത്. കാർബൺ ആറ്റത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം? 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ ഇതൊരു ലെയർ, ഇതൊരു ലെയർ, ഇതൊരു ലെയർ, ഇങ്ങനെ ലെയേർഡ് സ്ട്രക്ചർ ആണ് ഗ്രാഫൈറ്റിന്. അപ്പൊ ഈ ആദ്യത്തെ ലെയറിലെ കാർബൺ ആറ്റംസ് ആണുള്ളത്. ഞാനിപ്പോ ഒരു കാർബൺ ആറ്റത്തെ കാണിക്കാൻ വിചാരിച്ചോളാം. ഫസ്റ്റ് ലെയറിലെ കാർബൺ ആറ്റത്തിന്, ഓരോ കാർബൺ ആറ്റത്തിനും 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ലെയറിൽ ഒരു കാർബൺ ആറ്റം ഞാൻ നോക്കി. ഓക്കെ, ഈ കാർബൺ ആറ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എത്ര വാലൻസ് ഇലക്ട്രോൺ കാണും? 4 എണ്ണം. ഈ 4 എണ്ണത്തിൽ 3 വാലൻസ് ഇലക്ട്രോൺ ഇതേ ലെയറിൽ തന്നെ ബോണ്ടിങ്ങിന് ഉപയോഗിക്കുന്നു. അതായത് ആ ഇരിക്കുന്ന ലെയർ ഉണ്ടല്ലോ, ആ ലെയറിൽ തന്നെ അടുത്തടുത്തിരിക്കുന്ന കാർബണുമായിട്ട് ബോണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. 3 വാലൻസ് ഇലക്ട്രോൺ. പിന്നെയും ബാലൻസ് ഒരെണ്ണം ഉണ്ടാവുമല്ലോ, ആ വാലൻസ് ഇലക്ട്രോൺ ഇത് കണ്ടോ, ഫസ്റ്റ് ലെയറിന്റെയും സെക്കൻഡ് ലെയറിന്റെയും ഇടയിലാണ് നിൽക്കുന്നത്. ഇവിടെ അടുത്ത കാർബൺ ഉണ്ട്, ആ കാർബണും ഇതുപോലെ എന്ത് ചെയ്യുന്നു? അതേ ലെയറിൽ തന്നെ വാലൻസ് ഇലക്ട്രോൺ ഉപയോഗിച്ച് ബോണ്ട് ചെയ്തേക്കാണ്. എത്ര എണ്ണം? 3 വാലൻസ് ഇലക്ട്രോൺ ഉപയോഗിച്ച് അടുത്തടുത്ത് ബോണ്ടിങ്ങിന് പോയേക്കുവാണ്. കൂടാതെ അതിനും എന്തുണ്ട്? 4ാമത്തെ വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ആ ഇലക്ട്രോൺ എവിടെയാണ് നിൽക്കുന്നത്? ആ 2ാമത്തെയും 3ാമത്തെയും ലെയറിന്റെ ഇടയിൽ. കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ എന്താ പ്രത്യേകത നോക്കിയേ, എല്ലാ കാർബൺ ആറ്റത്തിന്റെയും 4ാമത്തെ വാലൻസ് ഇലക്ട്രോൺ ശരിക്കും എവിടെയാണ് വന്നേക്കുന്നത്? ലെയറുകളുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് ഇങ്ങനെ വെച്ചു വിചാരിക്കാം, നോട്ട്ബുക്ക്. ഓക്കെ, ഇതിന്റെ മുകളിൽ ഞാൻ പ്ലാസ്റ്റിക് പന്ത് വെക്കാൻ വിചാരിക്കാം. അപ്പോൾ അത് കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഒരു ബുക്ക് വെച്ചു, എന്നിട്ട് ഇതിന്റെ മുകളിൽ 2 പ്ലാസ്റ്റിക് പന്ത് വെച്ചു, ചെറുത്, നിങ്ങളുടെ ഐസ്ക്രീം ബോളൊക്കെ ഇല്ലേ അതുപോലത്തെ ഉള്ള പ്ലാസ്റ്റിക് പന്ത് വെച്ചു. അതിന്റെ മുകളിൽ അടുത്ത ബുക്ക് വെച്ചു വിചാരിക്കുക. ഓക്കെ, ചെറിയൊരു അനക്കം ഈ ബോളിന് പറ്റിയിട്ടുണ്ടെങ്കിൽ, ചെറിയ അനക്കം വേണ്ട, അല്ലെങ്കിലും ഒത്തിരി നേരം അത് അങ്ങനെ നിൽക്കില്ല അല്ലെ, അതിൽ ഇലക്ട്രോൺസ് പോലെ ആ ബോൾ ഒന്ന് അനങ്ങുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 2 ബുക്കുകളും ആ ബോൾ ഉരുണ്ടുപോയി വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? 2 ലെയറും അടുത്തടുത്ത് വരും
അതല്ലേ സംഭവിക്കുക. അതുപോലെയാണ് ഇവിടെയും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ബുക്ക് പോലെ തന്നെ ഇത് ആദ്യത്തെ ലെയർ. ഈ ഇലക്ട്രോൺ നിൽക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ബോൾ വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ബുക്ക്, അതിന് മുകളിൽ പന്തുകൾ, പിന്നെയും ബുക്ക് എന്നുള്ള രീതിയിൽ ഒരു ലെയറിലെ പന്ത് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു അനക്കം പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ബോൾ ആണെങ്കിൽ അടുത്ത ബോൾ അനങ്ങും, അത് മൊത്തം ഉരുണ്ടും. അപ്പൊ അടുത്തടുത്ത ആ ബുക്കുകളെല്ലാം കൂടെ എന്ത് ചെയ്യും? ഒന്നിച്ചു വന്ന് വീഴും എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെയും പ്രത്യേകത. എന്താണ് പ്രത്യേകത? ലെയേർഡ് സ്ട്രക്ചർ ആണ് ഗ്രാഫൈറ്റിന്റെ. അപ്പൊ ആദ്യത്തെ ലെയറിലും രണ്ടാമത്തെ ലെയറിലും മൂന്നാമത്തെ ലെയറിലും ഒക്കെ ഉള്ളത് കാർബൺ ആറ്റങ്ങളാണ്. എല്ലാ കാർബൺ ആറ്റത്തിന്റെയും എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ ലെയറിലെ കാർബൺ ആറ്റങ്ങൾ അതേ ലെയറിൽ തന്നെ 3 വാലൻസ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് എന്ത് ചെയ്തേക്കുവാണ്? അടുത്ത കാർബൺ ആറ്റവുമായിട്ട് ബോണ്ടിങ്ങിന് പോയി. അപ്പൊ ഓരോ കാർബൺ ആറ്റത്തിന്റെയിലും വാലൻസ് ഇലക്ട്രോൺ ഒരെണ്ണം ബാലൻസ് ഉണ്ട്, 4ാമത്തെ വാലൻസ് ഇലക്ട്രോൺ. അതെവിടെയാണ് നിൽക്കുന്നത്? ബിറ്റ്വീൻ ദി ലെയർ. ക്ലിയർ ആണോ? ഒന്നാമത്തെയും രണ്ടാമത്തെയും ലെയറിന്റെ ഇടയിൽ. ഇനി രണ്ടാമത്തെ ലെയറിലുള്ളവരുടേതോ? മൂന്നാമത്തെ ലെയറിന്റെ താഴെ, അതായത് രണ്ടാമത്തെ ലെയറിനും മൂന്നാമത്തെ ലെയറിനും ഇടയിലായിട്ട് നിൽക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഇടയിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യും. അവർ ഫ്രീ ടു മൂവ് ആണ്, കാരണം അവർക്ക് ബോണ്ടിങ് ഒന്നുമില്ല, അവർ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുമ്പോൾ ഈ ലെയറുകൾ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് സ്ലൈഡ് ഓവർ ചെയ്യും. ഒന്നിന്റെ മുകളിൽ മറ്റത് ചേർന്ന് വരും. ഞാൻ ബുക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതുപോലെ. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ഏത് നേച്ചർ കാണിക്കുന്നത്? സോഫ്റ്റ് നേച്ചർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടായിരിക്കും ഇവർ ഏത് ക്യാരക്ടറും കാണിക്കുന്നത്? കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഗ്രാഫൈറ്റ് കോവാലന്റ് സോളിഡ് ആണെങ്കിൽ പോലും അത് എക്സെപ്ഷണൽ ആയിട്ട് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നു, സോഫ്റ്റ് നേച്ചർ ആണ്. ഇതിന് രണ്ടിനുമുള്ള റീസൺ എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചർ ആണ്. എന്ത് സ്ട്രക്ചർ ആണ് അതിൻ്റെത്? ലെയേർഡ് സ്ട്രക്ചർ ആണ്. ലെയേർഡ് സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാർബൺ ആറ്റംസ് ആണ്. ഓരോ കാർബൺ ആറ്റത്തിനും 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൽ 3 വാലൻസ് ഇലക്ട്രോൺ ഉപയോഗിച്ച് ആ നിൽക്കുന്ന ലെയറിൽ തന്നെ, അതായത് ആ ലെയറിൽ തന്നെ മറ്റ് കാർബൺ ആറ്റവുമായി ഇത് ബോണ്ടിങ്ങിന് പോയേക്കുന്നു. പിന്നെ ഒരു വാലൻസ് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ വാലൻസ് ഇലക്ട്രോൺ ശരിക്കും നിൽക്കുന്നത് ബിറ്റ്വീൻ ദി ലെയർ ആണ്. എല്ലാ ലെയറുകളുടെ ഇടയിലായിട്ട് നിൽക്കുന്നു. ഇവർ ഫ്രീ ആണ്. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും? അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ലെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സ്ലൈഡ് ഓവർ ചെയ്യും. ഈ സൈഡിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ സ്ലൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് തെന്നി മാറുമ്പോൾ ഈ ഭാഗത്ത് സ്ലൈഡ് ചെയ്യും. ക്ലിയർ ആണോ? അങ്ങനെ ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ഓവർ ചെയ്യാൻ കാരണം ലെയറുകളുടെ ഇടയിൽ ആര് നിൽക്കുന്നതാണ്? ഫ്രീ ഇലക്ട്രോൺസ് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇവർ സോഫ്റ്റ് നേച്ചർ ആണ്. അതുപോലെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ലെയേഴ്സിന്റെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർ എന്താണെന്ന് പറയാം? ഗുഡ് കണ്ടക്ടേഴ്സ് ആണെന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് എക്സെപ്ഷണൽ ക്യാരക്ടർ ഓഫ് ഗ്രാഫൈറ്റ്. 4 ടൈപ്പിലെ സോളിഡ്സും നമ്മൾ പഠിച്ചു. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ 4 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ തന്നെ കോവാലന്റ് സോളിഡ് വരുമ്പോൾ അതിലൊരു എക്സെപ്ഷണൽ പ്രോപ്പർട്ടി കാണിക്കുന്ന ഗ്രാഫൈറ്റിനെ പറ്റിയും നമ്മളിപ്പോൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന രീതികൾ ഞാനിപ്പോൾ പറയാം. ഒന്ന്, നമുക്ക് കുറേ എക്സാമ്പിൾസ് തന്നിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയാം. അയോണിക്, മോളിക്കുലാർ അല്ലെങ്കിൽ കോവാലന്റ് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറയാം. അതല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് മെൽറ്റിംഗ് പോയിന്റ് കൂടി വരുന്ന രീതിയിൽ എഴുതാൻ പറയാം. അങ്ങനെ തന്നാൽ നിങ്ങൾ ഓർത്തിരിക്കണം, മെൽറ്റിംഗ് പോയിന്റ് കുറവ് മോളിക്കുലാർ സോളിഡിനാണ്, ഏറ്റവും കൂടുതൽ ആർക്കാണ്? കോവാലന്റ് സോളിഡ്സിന്. ആ നമ്മൾ പഠിച്ചില്ലേ, അതേ ഓർഡറിൽ തന്നെയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ എക്സാമ്പിൾസ് കാണുമ്പോൾ അത് ഏത് ടൈപ്പിലെ സോളിഡ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടൈപ്പ് സോളിഡ് തന്നിട്ട്, മീൻസ് ചോദ്യത്തിൽ സോളിഡ് ഇന്ന ടൈപ്പ് സോളിഡ് എന്ന് പറഞ്ഞിട്ട് അത് അതിനെപ്പറ്റി എഴുതാനായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതാണ് കണ്ടക്ടർ, ഏതാണ് ഇൻസുലേറ്റർ എന്നൊക്കെ ചോദിക്കാം. നമ്മൾ പഠിച്ചതിൽ കംപ്ലീറ്റ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഏതൊക്കെയാ? മോളിക്കുലാർ സോളിഡും കോവാലന്റ് സോളിഡും ഇൻസുലേറ്റേഴ്സ് ആണ് പൊതുവെ. ഓക്കെ. അതിൽ അയോണിക് സോളിഡ് കണ്ടക്ടർ ആണ്. എപ്പോഴൊക്കെയാ? മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സ്റ്റേറ്റിലും. ഓക്കെ. പൊതുവെ സോളിഡ് ആയിട്ടിരിക്കുമ്പോൾ അവരും എങ്ങനെ തന്നെയായിരിക്കും? ഇൻസുലേറ്റർ. പിന്നെ നമ്മൾ പഠിച്ചത് മെറ്റാലിക് സോളിഡ് ആയിരുന്നു, അത് എപ്പോഴും എങ്ങനെയാണ്? കണ്ടക്ടറാണ്. അപ്പോൾ കുറേ എക്സാമ്പിൾ തന്നിട്ട് അതിനകത്ത് മെറ്റൽ ഉണ്ടാവും, എപ്പോഴും കണ്ടക്ടർ ആയിട്ടുള്ള സോളിഡ് ഏതാന്ന് ചോദിക്കാം. അല്ലെ മോൾട്ടൺ സ്റ്റേറ്റിൽ മാത്രം കണ്ടക്ടർ ആയിട്ടുള്ള ആളാരാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കണ്ടക്ടർ പ്രോപ്പർട്ടി കാണിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിക്കാം. ഇപ്പോൾ നമുക്കറിയാം അയോണിക് സോളിഡ്സിലാണെങ്കിൽ കണ്ടക്ഷൻ കാണിക്കുന്നതിന് റീസൺ എന്ന് പറയുന്നത് ഫ്രീ അയോൺസ് ആണ്. അതേസമയത്ത് മെറ്റാലിക്കിലാണെങ്കിലോ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക്
ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.